ദൈവമേ ഇതേ കൊച്ചു കിണറ്റി ചാടാൻ പോണെന്ന് പറഞ്ഞ് ഓടി വന്നു. ഞാൻ ഈ വെപ്രാളത്തിൽ എടുത്തങ്ങ് ചാടലും എനിക്ക് പിടികിട്ടിയത് ഒരു കുറുന്തോട്ടിയുടെ വേരില. ADHD എന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഇത്തരം ADHD ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് പ്രൈമറി ആയിട്ടുള്ള അവരെ നമുക്ക് ആദ്യം തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അതായത് ഇങ്ങനെ ഒരു ശരിക്കും ADHD ടിപ്പിക്കൽ ADHD എന്ന് പറഞ്ഞാൽ റൂമിലേക്കൊക്കെ കയറി വന്ന ഒരു ടൊർണാഡോ പോലെ ആയിരിക്കും. അവിടെ മൊത്തം ഒരു ബഹളമായിരിക്കും. അവരെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്. ഇവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈയാണ്. ഒരിക്കൽ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ ചേട്ടന്മാരൊക്കെ കൂടി അമ്മാവൻ്റെ വീടിൻ്റെ അടുത്ത് വെക്കേഷൻ്റെ സമയത്താണ് 3 ചേട്ടന്മാരുണ്ട് അവിടെ. അപ്പോൾ അതിൽ ഏറ്റവും ഇളയ ആൾ എൻ്റെ പ്രായമാണ്. അപ്പോൾ ഈ ചേട്ടന്മാരായിട്ട് വാത് വെച്ചു. മൂത്ത ചേട്ടൻ പറഞ്ഞു എനിക്ക് ഈ കിണർ വട്ടം ചാടാൻ പറ്റും. അപ്പോൾ അന്ന് ഈ ചെറിയ വട്ടത്തിലുള്ള കിണറാണ്, വട്ടം കുറഞ്ഞിട്ട് ആഴം കൂടിയ പണ്ടത്തെ കിണറുകളുണ്ടല്ലോ. അപ്പോൾ അതിന് ഇതൊന്നുമില്ല, കൈവരിയൊന്നുമില്ല. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഈ കിണർ വട്ടം ചാടാൻ പറ്റും എന്ന് പറഞ്ഞു. ചേട്ടൻ നല്ല പൊക്കമുള്ള ആളാണ്. രണ്ടാമത്തെ ആൾക്കും പറഞ്ഞു എനിക്ക് പറ്റും. അപ്പോൾ മൂന്നാമത് വേറെ ആരും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കിണറിന് ഒരു വശത്തുനിന്ന് ഓടി, ആദ്യം ചേട്ടന്മാർ ചാടി, മൂന്നാമതാണ് ഞാൻ ചാടുന്നത്. ഞാൻ ചാടലും ഈ ചേട്ടൻ്റെ അമ്മ അവിടെ നിന്ന് പുല്ല് പറിച്ചുകൊണ്ട് വരിക. ഇവർ ദൂരെ നിന്ന് ഞാൻ ഈ കിണറിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന കാണുന്നത്. അവർ പുല്ല് കെട്ട് താഴെ ഇട്ട് എൻ്റെ ദൈവമേ ഇതേ കൊച്ചു കിണറ്റി ചാടാൻ പോകണമെന്ന് പറഞ്ഞ് ഓടി വന്നു. ഞാൻ ഈ വെപ്രാളത്തിൽ എടുത്തങ്ങ് ചാടലും എനിക്ക് പിടികിട്ടിയത് ഒരു കുറുന്തോട്ടിയുടെ വേരില. ചാടി പിടിച്ചു. ഒരു കാലം നിലത്തുമായിട്ട് ഞാൻ പിന്നെ വലിഞ്ഞു കയറി ഓടിയപ്പോഴത്തേക്കും ഈ അമ്മ പിടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം അമ്മയും ആൻറ്റിയും കൂടെ അപ്പുറം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ബഹളമൊന്നും അവരറിയണില്ല. അമ്മ എടുത്ത് എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് കൊച്ചിനെ വളർത്തിക്കൊള്ളണം, ഞങ്ങൾക്ക് വെള്ളം കുടിച്ച് കിടക്കണം, ഇവിടുന്ന് കിണറ്റി ചാടാൻ പോയി. അപ്പോഴും അമ്മ അറിഞ്ഞില്ല ഇതെന്താ സംഭവം. അങ്ങനെയാണ്, അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തു ചാടി അങ്ങ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ആ ന്യൂറോണൽ ഇമ്പൾസസ് ആണ്, ഭയങ്കര ഹൈ എനർജിയാണ്. ആ സമയത്ത് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യവും തൻ്റെ ഇടമൊക്കെയാണ്. അപ്പം ഇത് കോൺഷ്യസ്ലി നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ടാണ്. അന്ന് നമ്മളിത് കോൺഷ്യസ്ലി അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ ഗ്രാജുവലി പഠനം കൊണ്ട് നമ്മളത് മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പുറമേയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ അങ്ങ് പോകും. പുറമേ ഇത്തരത്തിലുള്ള ഇമ്പൾസിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി പോകും. പക്ഷേ ഇതിൻ്റെ മുഴുവനും പിന്നെ ഉള്ളത് ഇൻറ്റേർണൽ ആയിട്ടാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ടാസ്കുകൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഷട്ട് ഡൗൺ ആയി പോകും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വരും. അതുപോലെ ടൈം ബ്ലൈൻഡ്നെസ് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുക ഒരു ഇമെയിൽ എഴുതാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ടാസ്ക് ചെയ്ത് തീർക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ, എന്നാൽ എന്നോട് പറയുകയാണ് ഈ ടാസ്ക് 12 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ആ സമയം എൻ്റെ ബ്രെയിൻ ഹൈപ്പർ ഫോക്കസ്ഡ് ആണ്, എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. അതേസമയം ഇതിന് എത്ര സമയം വേണമെന്ന് എന്നോട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ അനുഭവിച്ചത് PhD വരെ MPhil വരെ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. MPhil വരെ MScക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. MPhilലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചാൽ പാസ്സായ. PhDക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫ്രെയിം ഉണ്ടാക്കേണ്ടത് ഞാനാണ്, എന്നോടാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇത് വലിയ പ്രശ്നം. അന്നൊന്നും എനിക്കിതിൻ്റെ പ്രശ്നം മനസ്സിലായില്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിട്ട് പോലും ഇത് കൊണ്ടായിരിക്കാം എന്നൊരു സംശയം പോലും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സൈക്യാട്രിസ്റ്റ് സുഹൃത്തിനോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം നീ ഇങ്ങനെയുള്ള ഇത് കാണിക്കുന്നത്. അതുപോലെ കരിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇപ്പോൾ 7 വയസ്സും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരവരുടെ കരിയറെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഈ കുട്ടികൾ എന്തിനാണ് ഇത്രയും ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, കൃത്യമായി പ്ലാൻ ചെയ്യുന്നത്? അത്തരത്തിലൊരു പ്ലാനിങ്ങിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു ചിന്തയേ ഇല്ലാത്ത വ്യക്തികളാണ് ഈ. പക്ഷേ ഇവർക്ക് IQ കുറവാണോ? അല്ല, നല്ല IQ ഉള്ള കുട്ടികളായിരിക്കും. നല്ല എന്ത് ടാസ്ക് ഏൽപ്പിച്ചാലും വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കുറേ കോൺഫ്ലിക്റ്റുകൾ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും കൊടുക്കണോ, കൊടുത്തില്ലെങ്കിൽ? അതെ. ഇതിനകത്ത് പലതരത്തിൽ ഇപ്പം നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നതും ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നതും ഏകദേശം ഒരേ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതേസമയം വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ടൈംസ് പറയുമ്പോൾ ഇവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, ഭയങ്കര പ്രശ്നം. പിന്നെ ഇവരെ മാനേജ് ചെയ്യാൻ വലിയ പാടായിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ കേട്ടത് വീണ്ടും കേൾക്കുക വലിയ ഫ്രസ്ട്രേഷൻസാണ്. അത് കൂടാതെയുള്ള ഇമോഷണൽ പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ ADHD കൂടി ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം
ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ചില കുട്ടികൾ ക്ലാസ്സിൽ കൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന മൈൽഡ് കണ്ടീഷൻ, ഇതൊരു സ്പെക്ട്രമായിട്ട് കിടക്കുവാണല്ലോ. ഇപ്പൊ കൃത്യമായിട്ട് ഇതുവരെ അതിന്റെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഒന്നും ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡീസ് ഒന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. സ്റ്റിൽ നമ്മൾ കുട്ടികളെ ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസസിൽ കാണുവാണെങ്കിൽ ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ADHD ഉള്ള കുട്ടികൾ പലപ്പോഴും അവരുടെ തോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കോൺക്രീറ്റ് ലെവലിലായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം അച്ഛനോട് പറയുകയാണ് ക്യാൻ യു ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ ചെയ്യാം? എഴുന്നേറ്റ് ഡോർ അടയ്ക്കും അല്ലേ? പക്ഷെ ഈ കുട്ടികളോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അവർ പറയും യെസ് ഓർ നോ. ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താ? ക്യാൻ യു ക്ലോസ് ദ ഡോർ. അതിന്റെ ആൻസർ അവർ പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് യെസ് അല്ലെങ്കിൽ നോ എന്നാണ്. എന്നിട്ട് നമ്മൾ വഴക്ക് പറയാം, എന്താ വാതിൽ അടയ്ക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. എന്തിനാ എന്നെ വഴക്ക് പറയണേ? എന്നോട് ചോദിച്ചതിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. അപ്പം ക്യാൻ യു ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ഡോർ അടയ്ക്കാനാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇന്റലിജൻസ്. എന്നാൽ ഇന്റലിജൻസ് ഇല്ലാത്ത കുട്ടിയാണോ? അല്ല. പക്ഷെ ഇത് വളരെ കോൺക്രീറ്റ് ആയിട്ടായിരിക്കും കുട്ടികൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രായം ചെല്ലുമ്പോൾ ഇത് മാറി വരുന്നതെന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എററിൽ ഇവർ തന്നെ ലേൺ ചെയ്യുന്നതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ADHD ആയിട്ടുള്ള കുട്ടികളെ പ്രോപ്പറായിട്ട് ഇന്റർവെൻഷൻ കൊടുത്തില്ലെങ്കിൽ അവർ പിന്നീടുള്ള ജീവിതത്തിൽ കരിയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ വരുമ്പോൾ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ഏർലി തന്നെ ഇത്തരത്തിലുള്ള ട്രെയ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സും സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ആ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് അവരുടെ കപ്പാസിറ്റിയുടെ മാക്സിമം പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്.